ഹലോ, നിങ്ങൾക്ക് ഡ്രാക്കുള വാമ്പയർസ് മൂവീസ് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ അങ്ങനൊരു മൂവിയാണ് ഞാനിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1897 ലണ്ടനിലേക്ക് പോകാൻ പുറപ്പെട്ട ഒരു കപ്പലിൻ്റെ അവസാന യാത്ര. സാധാരണ ചരക്കുകൾക്കിടയിൽ അവരറിയാതെ കൊണ്ടുപോയത് മരണത്തെ തന്നെയായിരുന്നു. ദ ലാസ്റ്റ് വോയേജ് ഓഫ് ദ ഡിമീറ്റർ, ബ്രാം സ്റ്റോക്കറിൻ്റെ ക്ലാസിക് നോവലായ ഡ്രാക്കുളയിൽ നിന്നുള്ള ഒരു ചെറിയ പോർഷൻ ബേസ്ഡ് ആയിട്ടുള്ള അതിഗംഭീരമായൊരു ഹൊറർ മൂവി. സിനിമ ആരംഭിക്കുന്നത് ബ്രിട്ടൻ തീരത്ത് ശൂന്യമായിട്ടുള്ളൊരു കപ്പൽ വന്നടിയുന്നു. കപ്പലിൻ്റെ പേരാണ് ഡിമീറ്റർ. പോലീസുകാർക്ക് ആകെ കിട്ടുന്നത് ക്യാപ്റ്റൻ്റെ ഒരു ലോഗ് ബുക്കാണ്. ലോഗ് ബുക്ക് എന്ന് പറയുന്നത് ആ ഒരു യാത്രയുടെ ഫുൾ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു ബുക്ക്. എനിവേ, ഈ ലോഗ് ബുക്കാണ് നമ്മുടെ സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് ബേസ്. പിന്നീട് കാണിക്കുന്നത് 4 ആഴ്ചകൾക്ക് മുൻപുള്ള സീൻസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായകൻ ഡോക്ടർ ക്ലെമൻസ്. ആളൊരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഡോക്ടർ ആണെങ്കിലും റേസിസത്തിൻ്റെ പേരിൽ സൊസൈറ്റി അവനെ അംഗീകരിക്കുന്നില്ല. ട്രാൻസിൽവാനിയയിൽ നിന്നാണ് കപ്പൽ പുറപ്പെടുന്നത്. സോ കപ്പലിലേക്ക് കുറേ ക്രൂ മെമ്പേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർക്കും ഇവരുടെ ഒപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ജോലി ചെയ്യാൻ കെൽപ്പുള്ള ആൾക്കാരാണ്, അല്ലാതെ നിന്നെപ്പോലെ പാസഞ്ചേഴ്സിനല്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ വീണ്ടും നിരാശനായിട്ട് മടങ്ങുന്നു. കപ്പലിലേക്ക് ചരക്കുകൾ കയറ്റാൻ അവിടെയുള്ള ലോക്കൽസിനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷേ എത്ര പൈസ കൊടുത്തിട്ടും അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. അതിന് കാരണം വേറൊന്നുമല്ല, ഈ ചരക്കുകൾക്കിടയിൽ കുറേ പെട്ടികളുണ്ട്. ഈ പെട്ടികളിലൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സിമ്പിളുണ്ട്. ഇത് കണ്ടിട്ടാണ് അവരാ സഹായം പാടെ നിരസിച്ചത്. വല്ലാത്തൊരു ഭയമായിരുന്നു അവരുടെ കണ്ണുകളിൽ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഒരു കുട്ടിലക്കം പറഞ്ഞ് അവർ അവിടുന്ന് ജീവനം കൊണ്ടോടി. ക്യാപ്റ്റൻ അടക്കം കപ്പലിലുള്ള ഒരാൾക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് വരാൻ പോകുന്നതെന്ന് ഓർത്തിട്ട്. കപ്പലിലുള്ള ക്രൂ മെമ്പേഴ്സ് തന്നെ പെട്ടികൾ വലിച്ചു കയറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള സിമ്പിൾ കണ്ട ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് പെട്ടി തന്നെ താഴെ കളിച്ചുകൊണ്ടിരുന്ന ക്യാപ്റ്റൻ്റെ കൊച്ചുമോൻ്റെ തലയിലേക്ക് വീഴാൻ പോയി. അത് കണ്ട് ഡോക്ടർ ക്ലെമൻസ് ഓടി വന്ന് കൊച്ചിനെ പിടിച്ച് തള്ളി മാറ്റി രക്ഷിക്കുന്നു. പറയാൻ വിട്ടുപോയി, നമ്മുടെ ക്യാപ്റ്റൻ്റെ പേരാണ് എലിയറ്റ്. ക്യാപ്റ്റൻ്റെ ഗ്രാൻഡ് സണ്ണിൻ്റെ പേര് ടോബി. ആ സിമ്പിൾ കണ്ട് പേടിച്ചു പോയ ക്രൂ മെമ്പർ, നിങ്ങൾ ഇതൊന്നും പറയാതാണ് എന്നെ ഇതിൽ പിടിച്ച് കയറ്റിയേ, ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കപ്പലും രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ട്. ഇതോടെ കേട്ടപ്പം ക്യാപ്റ്റനും കൂടെയുള്ളവരൊക്കെ നല്ല കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിലും ഈ ചരക്കുകളൊക്കെ ലണ്ടനിൽ എത്തിച്ചാൽ നല്ല പൈസ കിട്ടും. സോ അവരതൊന്നും മൈൻഡ് ചെയ്യാതെ യാത്ര തിരിക്കാൻ തീരുമാനിക്കുന്നു. അതുപോലെ കൊച്ചുമോനെ രക്ഷിച്ചുകൊണ്ട് ക്ലെമൻസിൽ ഇംപ്രസ്ഡ് ആയിട്ട് ക്ലെമൻസിനെ അവർ കൂടെ കൂട്ടുന്നു. പതിയെ ഡോക്ടർ ക്ലെമൻസും ടോബിയും നല്ല കമ്പനി ആവുന്നുണ്ട്. ടോബിയാണെങ്കിൽ ഒരു നിഷ്കു പയ്യനാണ്. പിന്നെ ക്യാപ്റ്റൻ്റെ ഫസ്റ്റ് ലോയൽ കൂട്ടുകാരനാണ് വോച്ചേക്ക്. ക്യാപ്റ്റൻ വോച്ചേക്കിനോട് പറയുന്നുണ്ട്, ഇതെൻ്റെ അവസാനത്തെ കപ്പൽ യാത്രയാവും. ഞാൻ എൻ്റെ മോൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അയർലൻഡിലൊരു കൊച്ചു കോട്ടേജ് മേടിച്ച് ബാക്കിയുള്ള ജീവിതം അവിടെ ജീവിക്കണം. ലണ്ടനിലെത്തിയ ശേഷം ഈ കപ്പൽ ഞാൻ നിന്നെ ഏൽപ്പിക്കും. അപ്പം വോച്ചേക്കിന് വല്ലാതെ വിഷമമാവുന്നുണ്ട് അത് കേട്ടിട്ട്. അങ്ങനെ ആദ്യത്തെ രാത്രി വരാൻ പോകുന്ന ദുരന്തങ്ങളൊന്നും അറിയാതെ എല്ലാവരും നല്ല ആടി തിമർത്ത് എൻജോയ് ചെയ്ത് കിടന്നുറങ്ങുന്നുണ്ട്. ആ രാത്രി പെട്ടി തുറന്നൊരു രൂപം പുറത്തിറങ്ങി. അതിനെ കണ്ടിട്ട് എലികളൊക്കെ ചിന്നിച്ചിതറി ഓടുന്നുണ്ട്. പക്ഷേ രൂപത്തെ കാണിക്കുന്നില്ല. ഈ പ്രേതത്തെ കാണുമ്പം മൃഗങ്ങൾക്കൊക്കെ പെട്ടെന്ന് സെൻസ് ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ കപ്പലിലുണ്ടായിരുന്ന ആടുകളും കോഴികളും പന്നികളൊക്കെ കൂട്ടിക്കിടന്നിട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങി. ഇത് കേട്ടിട്ട് ക്ലെമൻസ് ടോബിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. വലിയ കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ അതിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞ്. ടോബിയാണെങ്കിൽ ഭയങ്കര മൃഗസ്നേഹിയാണ്. അവൻ്റെ കൂടെ എപ്പോഴും ഒരു പെറ്റ് ഡോഗും ഉണ്ടാവും. അപ്പോഴാണ് പെട്ടികളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നിടത്തുനിന്ന് എന്തൊക്കെയൊക്കെയോ സൗണ്ട് കേട്ടിട്ട് ഡോക്ടർ ക്ലെമൻസ് അവിടെ പോയി നോക്കുന്നത്. നോക്കുമ്പം ഒരു പെട്ടിയിൽ നിന്ന് കുറേ മണ്ണ് വീണ് കിടക്കുന്നു. മണ്ണിൻ്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ, ചോരയൊക്കെ വാർന്ന് വിളറി വെളുത്തിരിക്കുന്നൊരു സ്ത്രീ. ഡോക്ടർ ഉടനടി അവളെ മുകളിലേക്ക് കൊണ്ടുവന്ന് വേണ്ട പരിചരണമൊക്കെ കൊടുക്കുമ്പം കൂടെയുള്ളവർ ചൂടാവുന്നുണ്ട് അവനോട്. എന്തൊക്കെ ഇൻഫെക്ഷൻ പിടിച്ചിട്ടാണോ ഇതിനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങൾക്കൂടെ പണി മേടിച്ച് തരാനാണോ? നമ്മുടെ നായകനതൊന്നും മൈൻഡ് ചെയ്യാതെ എത്രയും വേഗം ഈ പെണ്ണിന് ബ്ലഡ് കയറ്റി കൊടുത്തില്ലെങ്കിൽ ഇവൾ മരിച്ചു പോകുമെന്ന് പറയുന്നു. ക്യാപ്റ്റൻ സ്ട്രിക്റ്റ് ആണെങ്കിലും ഒരു ചെറ്റയല്ലാത്തതുകൊണ്ട് അവളെ ഭേദമാക്കാൻ ക്ലെമൻസിന് സമ്മതം കൊടുക്കുന്നു. അടുത്ത സീനിൽ ഓൾഗാരൻ എന്നൊരു ക്രൂ മെമ്പർ കടലിനു ചുറ്റും ടെലിസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ പെട്ടെന്നൊരു ഭീകര സ്വത്വത്തിൻ്റെ മുഖം കാണുന്നു. ഓൾഗാരനെ തപ്പി വന്ന ക്ലെമൻസിനോട് ഓൾഗാരൻ പറയുന്നു,
നമ്മളെ കൂടാതെ ഇവിടെ ആരോ ഉണ്ട്, എന്തോ ഒന്ന്. അടുത്ത സീനിൽ ടോബിയുടെ പട്ടിയെ ആരോ ആക്രമിക്കുന്നതാണ് കാണിക്കുന്നത്. കപ്പലിൽ ജോലി ചെയ്യുന്ന കുക്ക് ബ്രൂട്ടലായി ചത്തുകിടക്കുന്ന ടോബിനെ കാണുന്നു. അതും കൂടാതെ സകല വളർത്തുമൃഗങ്ങളും കഴുത്തിൽ കടിയേറ്റ് ചോര വാർന്ന് മരിച്ചു കിടക്കുന്നു. ബാക്കി ക്രൂ മെമ്പേഴ്സിന് ഈ ഡോക്ടറിനെയും പെണ്ണിനെയും നല്ല സംശയമുണ്ട്. ചെറിയ കശപിശ സ്റ്റാർട്ടായപ്പോഴേക്കും ഒൽഗാരൻ പറയുന്നുണ്ട്, ഇതൊരു മനുഷ്യനല്ല ചെയ്തത്, ഒരു പവർഫുൾ ഈവിളാണ്. കാരണം ഒൽഗാരൻ എന്തോ ഒന്നിനെ കണ്ടായിരുന്നല്ലോ. അടുത്ത സീനിൽ പൊട്ടിക്കരയുന്ന ടോബിയാണ് കാണിക്കുന്നത്. ഞാൻ എല്ലാ മൃഗങ്ങളെയും സംരക്ഷിച്ചു കൊള്ളാമെന്ന് ക്യാപ്റ്റന് വാക്ക് കൊടുത്തതായിരുന്നു. അപ്പോൾ ഡോക്ടർ ക്ലെമൻസ് ടോബിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മൾ എത്ര പ്രോമിസസ് നൽകിയാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ റോങ് ആയിട്ട് സംഭവിക്കും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത പലതും ഈ ലോകത്തുണ്ട്. ഇത് കേൾക്കുമ്പം ടോബിക്ക് ഇച്ചിരി സമാധാനമാവുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞു. ഫുഡിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. ആടിൻ്റെ കോഴീൻ്റെ ഒക്കെ കാര്യം തീരുമാനമായല്ലോ. ഇനിയും 2 വീക്സ് ഉണ്ട് ലണ്ടനിലെത്താൻ. ബൈ ദ വേ, നമ്മുടെ പെണ്ണിൻ്റെ പേര് അന്ന എന്നാണ് കേട്ടോ. അടുത്ത സീനിലാണ് ആ ജന്തുവിനെ വൃത്തിക്ക് കാണിക്കുന്നത്. വേറെ ആരുമല്ല, ഡ്രാക്കുള. വല്ലാത്തൊരു വൃത്തികെട്ട ജന്തു. പല സിനിമകളിലും നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാക്കുളയെ കാണിക്കാറുണ്ട്. പക്ഷേ ഇതൊരു ചോരാന്ന് മാത്രം കീറുന്ന ഒരു ഭീകര സ്വത്വമാണ്. അടുത്ത സീനിൽ പെട്രോസ്കി എന്നൊരു ക്രൂ മെമ്പർ ഡ്രാക്കുളയുടെ കൈകൊണ്ട് മരണപ്പെടുകയാണ്. മനുഷ്യരക്തം കുടിക്കുമ്പോഴാണ് ഇവറ്റകൾക്ക് പൂർണ്ണ ശക്തി പ്രാപിക്കുന്നത്. അല്ലാതെ പട്ടിയുടെയും പൂച്ചയുടെയും ചോര മാത്രം പോരാ. അടുത്ത സീനിൽ അന്നയ്ക്ക് കുറച്ച് ജീവൻ വെച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ക്ലെമൻസിനോട് പറയുകയാണ്. ഇവരുടെ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള മലയിൽ വളരെ പഴക്കം ചെന്നൊരു കോട്ടയുണ്ട്. അതിലൊരു ഈവയും. അതിൻ്റെ ട്രൂ നേച്ചർ ഹൈഡ് ചെയ്യാൻ വേണ്ടി അത് ചിലപ്പോൾ മനുഷ്യൻ്റെ വേഷവും ധരിക്കും. മനുഷ്യനോ മൃഗമോ അല്ലാത്തൊരു വാമ്പയർ. ആ നാട്ടുകാർ അതിനെ വിളിക്കുന്നത് ഡ്രാക്കുള എന്നാണ്. ഈ ഡ്രാക്കുള രാത്രിയിൽ അവിടെയുള്ള മനുഷ്യന്മാരുടെ ചോര കുടിക്കും. സഹിയിട്ട് അവിടെയുള്ള പ്രായമായിട്ടുള്ള മനുഷ്യന്മാർ ബാർഗെയിൻ നടത്തി നമ്മുടെ അന്നയെ ഡ്രാക്കുളയ്ക്ക് ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നു. അന്നയുടെ ശരീരത്തിൽ മുഴുവൻ കടിച്ച പാടുകളാണ്. ഇത്രയും ദിവസം അന്നയുടെ ചോര കുടിച്ച് പെട്ടിയിൽ നല്ല സുഖിച്ചിരിക്കുമായിരുന്നു ഡ്രാക്കുള. അന്നയെ ക്ലെമൻസ് രക്ഷപ്പെടുത്തിയപ്പം സഹിയിട്ട ഡ്രാക്കുള അവിടെയുള്ള സകല മൃഗങ്ങളെയും മനുഷ്യന്മാരെയും വേട്ടയാടാൻ തുടങ്ങി. അടുത്ത സീനിൽ ലാർസൺ എന്നൊരു ക്രൂ മെമ്പറിനെ മിസ്സിംഗ് ആവുന്നു. അതുപോലെ ഒൽഗാറിൻ്റെ കഴുത്തിൽ കടിയേറ്റ് പരിക്കുമായിട്ട് കിട്ടുന്നു. ഒൽഗാറിനാണെ ബോധമില്ല. ഒൽഗാറിൻ്റെ മുന്നിലിട്ട് ലാർസനെ അതിക്രൂരമായിട്ട് കൊല്ലുന്ന സീൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് ഇതിൽ കാണിക്കുന്നില്ല. എന്തായാലും ഇതോടുകൂടി എല്ലാവരും പാനിക്കായി. അന്ന പറയുന്നുണ്ട്, അവനിവിടെ ഉണ്ട്, ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ഈ കപ്പലിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെട്ടോ. പക്ഷെ അന്ന പറയുന്നത് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ക്യാപ്റ്റൻ കപ്പലിൻ്റെ ഓരോ ഇഞ്ചും മൂലയും അരിച്ചു പെറുക്കാൻ പറയുന്നു. പക്ഷെ ആരും ആ പെട്ടി തുറന്നു നോക്കുന്നില്ല. മരമണ്ടന്മാരുടെ കാര്യം. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. ഡ്രാക്കുള വീണ്ടും പെട്ടിയിൽ നിന്ന് വേട്ടയാടാൻ വേണ്ടി പുറത്തിറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒൽഗാരൻ ഇൻഫെക്റ്റഡ് ആയിരുന്നു. അവൻ വാമ്പയറായിട്ട് കൺവേർട്ടായി. അടുത്ത സീനിൽ ഒരു ഒന്നൊന്നര സങ്കടം തോന്നുന്ന സീൻസാണ് കേട്ടോ. ടോബിയെയും ഈ ഡ്രാക്കുള ആക്രമിക്കുന്നു. ആ സീൻ ഒരുപാട് ഇമോഷണലിയാണ്, ഡ്രമാറ്റിക്കലിയാണ് കാണിക്കുന്നത്. അവൻ ഒരുപാട് തവണ രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ ആ വൃത്തികെട്ട ജന്തു അവനെ വിട്ടില്ല. വീണ്ടും സൂര്യൻ ഉദിച്ചു. ഇൻഫെക്റ്റഡ് ആയ ഒൽഗാരനും ടോബിയും സൂര്യപ്രകാശത്തിൽ കത്തിയെരിഞ്ഞുപോയി. ഈ വാമ്പയേഴ്സ് വിളയാടുന്നത് രാത്രിയിലാണ് കേട്ടോ. സൂര്യൻ ഇവറ്റകളെ ബേൺ ചെയ്യും. തൻ്റെ കൊച്ചുമോൻ മരിച്ചതും ഇൻഫെക്റ്റഡ് ആയതൊക്കെ ക്യാപ്റ്റന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുക്ക് ബോട്ടും എടുത്ത് നൈസായിട്ട് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ ഡ്രാക്കുള അവനെയും തുരത്തി ഓടിച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ ദിനം പ്രതി കപ്പലിൽ ഓരോരുത്തരായിട്ട് കുറഞ്ഞു വന്നു. ഇനി ആകെ ബാക്കിയുള്ളത് ക്യാപ്റ്റനും ക്ലെമൻസും അന്നയും വോച്ചേക്കും പിന്നെ ഒരു ക്രൂ മെമ്പറും കൂടെ. അടുത്ത സീനിൽ എല്ലാവരും കൂടെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. കപ്പലിൻ്റെ ലോവർ ഡെക്കിൽ ഡ്രാക്കുളയെ ട്രാപ്പ് ചെയ്യുക, എന്നിട്ട് കപ്പൽ മുക്കുക. വോച്ചേക്കിനും ക്യാപ്റ്റനും കപ്പൽ മുക്കാൻ സമ്മതക്കുറവ് ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഡ്രാക്കുള ലണ്ടനിൽ എത്തിക്കഴിഞ്ഞാൽ സകല മനുഷ്യരെയും കൊല്ലുമെന്നറിയാവുന്നതുകൊണ്ട് അവരും സമ്മതിക്കുന്നു. പക്ഷെ പ്ലാൻ അങ്ങോട്ട് ഏറ്റില്ല. ക്യാപ്റ്റനെയും വോച്ചേക്കിനെയും ക്രൂ മെമ്പറിനെയും ഡ്രാക്കുള ആക്രമിക്കുന്നു. അവസാനം ബാക്കിയുള്ളത് ക്ലെമൻസും അന്നയും മാത്രം. ക്ലെമൻസിനെയും കൊല്ലാൻ നോക്കിയപ്പോൾ അന്ന അതിൻ്റെ ചിറകിൽ വെടിവെച്ചിട്ട് അതിൻ്റെ ശ്രദ്ധ അകറ്റാൻ നോക്കി. അതിൻ്റെ ദേഷ്യത്തിന് ഡ്രാക്കുള അന്നയുടെ കഴുത്തിൽ കടിക്കുന്നു. വീണ്ടും ക്ലെമൻസ്
മഴ കൊണ്ട് അതിൻ്റെ ചിറകിൽ വെട്ടി മാക്സിമം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അന്ന കയറ് മുറിച്ചു കപ്പലിൻ്റെ തടി ഊരി വന്ന് അതിൻ്റെ നെഞ്ചത്തടിച്ചു. യു ഡൈ ഡെവിൾ എന്ന് പറഞ്ഞുകൊണ്ട് അന്നയും ക്ലെമൻസും കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു. പ്രതീക്ഷകളൊക്കെ പാളി കപ്പൽ ലണ്ടൻ തീരത്തടിഞ്ഞു. നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട സീനില്ലേ, അത് തന്നെ. അങ്ങനെ ഡ്രാക്കുള വീണ്ടും രക്ഷപ്പെട്ടു. അടുത്ത സീനിൽ അന്നയുടെ കണ്ണുകൾ കണ്ടിട്ട് ക്ലെമൻസിന് മനസ്സിലായി അവൾ ഇൻഫെക്റ്റഡ് ആയിന്ന്. കുറച്ച് ഇമോഷണൽ മൊമെൻറ്റ്സിന് ശേഷം അവൾ സ്വന്തമായിട്ട് തീരുമാനിക്കുന്നു ബേൺ ആവാൻ. ക്ലൈമാക്സിൽ പുതിയ ഇരകളെ തേടി ലണ്ടനിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന കോട്ടും സൂട്ടും ഇട്ട ഡ്രാക്കുളയാണ് കാണിക്കുന്നത്. അതിനെ കൊല്ലാൻ ലക്ഷ്യമിട്ട് നടക്കുന്ന ക്ലെമൻസിനെയും കാണിച്ച് ഈ സിനിമ അവസാനിപ്പിക്കുന്നു.